കാണിക്കല്ലേ കേട്ടാ. വെള്ളം വേണ്ട. അതുകൊണ്ട് നീ ഇപ്പൊ ഈ കെട്ടിത്തൂങ്ങി ചാവാനുള്ള വല്ല കാരണമുണ്ടോ? അണ്ണാ കമ്മിറ്റി കൂടി അണ്ണാ, ഏതിന്റെ പാർട്ടി കമ്മിറ്റി. എന്നിട്ട് അണ്ണ അറിഞ്ഞില്ലല്ലേ വിഷയം? ഒന്നും പറഞ്ഞു. അണ്ണാ ഈ ഇടയ്ക്ക് സ്വർണ്ണക്കൊള്ള, നമ്മളെ ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നില്ലേ? ആ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ പാർട്ടിയിലുള്ളവന്മാരെ എല്ലാത്തിനും പുറത്താക്കാൻ വേണ്ടി ഞാൻ അടിയന്തരമായിട്ട് ആവശ്യപ്പെട്ടു. പാർട്ടിയിലുള്ള എല്ലാമാരും അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ എല്ലാം അടിയന്തരമായിട്ട് പുറത്താക്കാൻ ന്യായമായിട്ടുള്ള കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? അപ്പോഴും അടിയന്തര കമ്മിറ്റി വിളിച്ചു കൂട്ടി. എടാ ഇതിലപ്പുറം എന്തൊരു ഭാഗ്യം. നീ ഒരു കാര്യം ആവശ്യപ്പെടുന്നു, ഉടൻ തന്നെ അടിയന്തര കമ്മിറ്റി വിളിക്കുന്നു. തീരുമാനമായില്ലേ? അതിനെന്തിന് അണ്ണ അത് ചെയ്യണ്ടെന്നറിയാമോ? കമ്മിറ്റി വിളിച്ചു കൂട്ടി, എന്നിട്ട് അവന്മാരെന്നെ പുറത്താക്കിയാണ് കമ്മിറ്റിന്ന്. കമ്മിറ്റി വിളിച്ചിട്ട് എന്നെ പുറത്താക്കി. ഇടാ ഇതാണ് നമ്മളെ പാർട്ടിയുടെ ഒരു ഗുണം. എന്താണെന്നറിയോ? ന്യായമായിട്ട് ഒരാൾ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ അതിന് അടിയന്തര കമ്മിറ്റി വിളിക്കും, എന്നിട്ട് അവനെ തന്നെ അങ്ങ് പുറത്താക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ ഇനിത്ത് സൂക്ഷിക്കണം, നല്ലതായിരിക്കും. എന്തെന്നറിയാം? നിന്റെ പേരിലെ ഈ പെൺവാണിഭ കേസ്, അഴിമതി കേസ്, പിന്നെ പാർട്ടി ഫണ്ടൊക്കെ തട്ടിച്ചതിനുള്ള കേസ്, പിന്നെ അത് മാത്രമല്ല വളരെ നീ സൂക്ഷിക്കണം. മിക്കവാറും നാളെ രാവിലെ തന്നെ വളഞ്ഞിട്ട് പോലീസ് നിന്റെ വീട്ടിൽ വന്ന് തൂക്കിയെടുത്തോണ്ട് പോവാൻ സാധ്യതയുണ്ടല്ലേ. പിന്നെ വേറൊരു കാര്യം, ഈ ആത്മഹത്യ നീ ചെയ്തില്ലേ, ഇതിപ്പോ അവരുടെ അടുത്തൊരു വാക്ക് പറഞ്ഞാ പോരായിരുന്നു. അവര് വന്ന് കെട്ടി തൂക്കിയിട്ട് സൂപ്പറായിട്ട് ആത്മഹത്യയാക്കുവാൻ സൂക്ഷിക്കണം. പോലീസ് വളഞ്ഞിട്ട് പിടിക്കും. അപ്പോഴും പാർട്ടിയും വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു, വല്ല കൂലിപ്പണിക്കെങ്ങാനും പോയാൽ മതിയായിരുന്നു. എന്റെ തമ്പുരാനെ.